സമയം ഷാഫി പറമ്പിലും നീരസവും പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് കോഴിക്കോട് DC സെക്രട്ടറി പ്രമോദ് കക്കട്ടലിന്റെ പ്രതികരണം. ജാഥ ക്യാപ്റ്റൻ വേദിയിലെത്തിയാൽ അദ്ദേഹത്തിന് മാത്രമാണ് സംസാരിക്കാൻ അവസരമുണ്ടാവുക. സമയം വൈകിയത് കൊണ്ടാണ് വി ഡി സതീശൻ ഷാഫിക്ക് മുന്നേ സംസാരിച്ചത് എന്നും പ്രമോദ് പറഞ്ഞു. അങ്ങനെ ഒരു വിഷയമില്ല. ആരാ പറഞ്ഞത്? അങ്ങനത്തെ ഒരു ദൃശ്യങ്ങളിൽ അങ്ങനെയാണ്. കാരണം താങ്കളെ കഴുത്തിൽ പിടിച്ച് പുറകിലേക്ക് വലിക്കുന്നു, നിങ്ങൾ തമ്മിൽ കുശുകുശുക്കുന്നു, അങ്ങനെ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അല്ലല്ലല്ല, ഒരിക്കലും അല്ല. അത് ഈ പരിപാടി ഇതിൻ്റെ തൊട്ടടുത്താണ് നാദാപുരത്ത് പരിപാടി. അതുപോലെ തന്നെ മറ്റ് ഒരു അടുത്ത പ്രദേശമാണ് പേരാമ്പ്ര. മൂന്ന് പരിപാടിയാണ് ഒരേ ദിവസം തന്നെ നടക്കുന്നത്. അപ്പോൾ ഇത്രയേറെ ആളുകൾ ഇവിടെ എത്തിപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയേക്കാൾ കവിഞ്ഞുള്ള ഒരു ജനക്കൂട്ടം ഇവിടെ എത്തിയപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സ്റ്റേജിലൊക്കെ നിറയെ ആളുകൾ വന്നു. അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു വിഷയം. അതിൻ്റെ ഭാഗമായി ഇവിടെ വന്നപ്പോൾ തന്നെ 11:30 മണിയോട് കൂടിയാണ് ഇവിടുത്തെ കുറ്റ്യാടിയിലെ പരിപാടി. 1.5 മണിക്കൂർ ലേറ്റായിട്ടാണ് പരിപാടി തുടങ്ങുന്നത്. പരിപാടി തുടങ്ങുമ്പോൾ സ്വാഭാവികമായി ഈ ജാഥയുടെ ഒരു സിസ്റ്റം തന്നെ, ജാഥ ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആരും സംസാരിക്കരുത്, ജാഥ ക്യാപ്റ്റൻ സംസാരിക്കുക, അടുത്ത സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് കുറേ നേതാക്കന്മാർ സ്റ്റേജിൽ ഉണ്ടായപ്പോൾ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സീനിയറായ MK രാഘവൻ MP സംസാരിച്ചു. തൊട്ടടുത്ത് ഷാഫി പറമ്പിലായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത്. അപ്പം സമയം വൈകിയത് കൊണ്ട് പെട്ടെന്ന് ജാഥ ക്യാപ്റ്റൻ പ്രസംഗിക്കേണ്ട സമയമായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചതാണ്. വേറെ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല.